കാജൽ ക്യാഷ് ക്യാഷ്. ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. കിളികളുടെ എന്ത് സൗണ്ടാന്ന് നോക്കിക്കേ. ഇപ്പം രാവിലെ സമയം കേട്ടോ. രാവിലെ ഇപ്പം 7:30 ആയിട്ടുണ്ട്. നമ്മുടെ ക്യാഷ് ഇത് എവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാജൽ ഫുഡ് കഴിച്ചിട്ട് പോയി. ക്യാഷ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഞാൻ പറഞ്ഞില്ലേ, ഇവർ പകലൊന്നും ഒരു നേരത്തെ ഉണ്ടാവില്ല. ഇവിടെ സാധാരണ ഇവർ ഉണ്ടാവാറില്ല. രാവിലെ ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ പോക്കാണ് പതിവ്. ഇന്ന് എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ടാണ് ക്യാഷ് പോകാണ്ടിരുന്നത്. കാജൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഇനി വൈകുന്നേരം ആകുമ്പോഴേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാനും പറ്റണില്ലല്ലോ. മരത്തിൻ്റെ ഇലകളൊക്കെ വന്ന് ഞാൻ വരത്തപ്പോൾ നിറച്ചും പൂവായിരുന്നു കേട്ടോ. ഇപ്പം ഇലയായി വരുന്നുണ്ട്. അവിടെ ബാക്കിൽ വേറൊരു മരത്തുമ്പോൾ നിറച്ചും പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിയത്. അതുകൊണ്ട് ഭയങ്കര ബാക്കിലാട്ടോ. നല്ല രസമാണ്. ഞങ്ങൾ പോകുമ്പോൾ കാണിക്കാം. വെള്ള കളറിൽ കാണില്ലേ, അതുമ്പോൾ നല്ല ഭംഗിയാണ്. പിങ്കും പിന്നെ വൈറ്റും കൂടിയിട്ടുള്ള കളറാണ്. അതൊക്കെ ഇനിയിപ്പോൾ പോയിട്ട് പിന്നെ ഇലയായിട്ട് മാറും കേട്ടോ. താഴെ നോക്കിക്കേ, ആ പൂവിൻ്റെ ഇത് വന്ന് പൂമ്പൊടി പോലത്തെ, പൂമ്പൊടിയല്ല, അതിൻ്റെ ഇലയുടെ കിളിർപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ വന്ന് കിടക്കുന്ന നോക്കിക്കേ. അത് നല്ല ഭംഗിയല്ലേ. ഞാനതവിടെ അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്താട്ടോ. പക്ഷെ അവരെ എനിക്ക് കയറുന്നില്ല. അവർക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ട്. അവർക്ക് കഴിഞ്ഞ വർഷം നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് പക്ഷെ നാശമായി. ഇത് ഈ വർഷം ഇനി അവർക്ക് പുതിയത് വരണം വാങ്ങണം. കയറിയിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ ഞാനത് കയറി കുളിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ വൈകിട്ട് ഇപ്പോൾ 4:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നീടല്ലോ അത് എവിടെ നോക്കി ഒരു മരത്തുമ്മ കണ്ട. ഇത് മരത്തുമ്മ ഇലയാവാൻ പോണതിന് മുമ്പ് നിറച്ചും വെള്ളപ്പൂ കേട്ടോ. നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഇലയായിട്ട് മാറും. ഓൾറെഡി ഇപ്പോൾ ഇലയായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിറച്ചില്ല നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട്. ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ആപ്പിളാട്ടോ. അതുമ്പോൾ ഈ വർഷം നിറച്ചും പൂവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അങ്ങനെ പൂവിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒറ്റ ആപ്പിൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം കണ്ടമാനം ഇട്ടിട്ടുണ്ട്. എന്ത് ഭംഗിയാ ഈ ആപ്പിളിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് വിരിഞ്ഞിട്ടോ. അത് നല്ല രസം അത് കാണാൻ.
ആ നടന്നു വന്നത് ആസ്പിനാട്ടാ. ആസ്പിന് എന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ടേക്കൊക്കെ പോകും. ഈ ഫെൻസിൻ്റെ അടിയിൽ കൂടെയൊക്കെ നടന്ന് അവർ കുറച്ചധികം സ്ഥലത്തേക്കൊക്കെ പോകും. പക്ഷേ ഇവരൊക്കെ പോയാലും തിരിച്ചു വരും. പക്ഷെ ചിമ്പൂനെ എന്താ പറ്റിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ചിമ്പൂനെ ആയിരുന്നാലും ഇവരുടെ മണമൊക്കെ പിടിച്ചിട്ട് ഇവനൊക്കെ പുറത്ത് പോകുന്നതാണല്ലോ. ഇവൻ്റെ മണമൊക്കെ പിടിച്ചിട്ട് ചിമ്പൂനൊക്കെ ആയിരുന്നാലും നല്ല ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. ആസ്പിൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 8 വർഷമായല്ലോ. അവനൊരു കുഴപ്പമൊന്നുമില്ല. അവന് വീട്ടിൽ എപ്പോഴും വരും, ഇടയ്ക്കിടയ്ക്ക് വരും. അവരവസാനം വെള്ളത്തിൽ കയറിയിട്ടോ. അവിടെ നോക്കിക്കേ ഒരു മരം നിൽക്കുന്നുണ്ട്. അതിപ്പോൾ നിറച്ച് കാണുന്നത് നിറച്ചും പൂവാട്ടാ. അത് അവിടെ നിന്ന് സൺലൈറ്റ് വന്നാനേ ഗ്ലെയർ വന്നാൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണില്ല. നല്ല ഭംഗിയാണ്. രാവിലെ വന്നിട്ട് നോക്കണം. അപ്പോൾ നല്ല രസം. അതിങ്ങനെ ഫുള്ള് ഇങ്ങനെയുണ്ട് കേട്ടോ. തോട്ടത്തിൽ നമ്മുടെ സീനിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്ന പ്രോത്സാഹനം അവിടെ പണിയെടുത്തുകൊണ്ട് വരിക. ഞാനവിടെ കുറേ വിത്തുകളും സീനിയ തൈകളൊക്കെ നട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു. കുളിച്ചെല്ലാവരും അവിടെ കാണുന്നത് നമ്മുടെ പച്ചക്കറി തോട്ടാട്ടോ. അതൊന്നും നമ്മൾ റെഡിയാക്കിയിട്ടില്ല. ഇനി അടുത്തത് അതാണ് നമുക്ക് ശരിയാക്കാനുള്ളത്. ഓരോരോ സ്ഥലത്തു നിന്ന് നമ്മളിങ്ങനെ പണികൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടല്ലോ, ഇത് കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ കുമ്പളങ്ങ കേട്ടാ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് കുമ്പളങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 1-2 കേട് വന്നിട്ടുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് മൂത്തിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഉള്ളത് അവസാനം ഉള്ളത് ഇതൊരു കുമ്പളങ്ങ കേട്ടോ. ഈ കുമ്പളങ്ങയമ്മ അന്ന് ഞാൻ എൻ്റെ മിയാന്ന് പേരൊക്കെ എഴുതിയിട്ട് അന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കണ്ടായിരുന്നു. ആ കുമ്പളങ്ങയുടേത് ഇത് ഞാൻ വിത്തിന് എടുത്ത് വെച്ചിരുന്നതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതിനു മുമ്പ് ഒരു 2-3 ദിവസം മുമ്പ് ഞാനൊരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മൂത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ആ കുമ്പളങ്ങ എടുത്തിട്ട് അങ്ങനെ ഒട്ടും മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ആ തൊണ്ടൊക്കെ ഉണ്ടല്ലോ, ആ തൊലിയൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ചെത്തിയപ്പോൾ പോകുന്നുണ്ടായിരുന്നു. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണോ. മൂത്തുണ്ടോ എന്ന് അറിയില്ല. ഇതായാലും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇതിപ്പോൾ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള കറി ഉണ്ടാക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് നടയും വേണം. ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ചൂടൊക്കെ ആയിന്ന് പറഞ്ഞില്ലേ, കിളികളുടെ സൗണ്ട് കേൾക്കണില്ലേ? ശരിക്കും ഇത് ഒറിജിനൽ സൗണ്ട് കേട്ടോ. എന്തോരം കിളികളാണെന്നറിയോ. നേരത്തെ ഞാൻ അങ്ങോട്ട് നമ്മുടെ ഡാലിയ തോട്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആസ്പിൻ അതിനു മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആസ്പിൻ അവിടെ നമ്മുടെ ഫെൻസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭംഗിയിരിക്കുക. ഇപ്പോൾ ഈ പൂച്ചകൾക്കൊക്കെ ആയിരുന്നാലും ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ കണ്ടമാനം കിളികളൊക്കെ വരുന്ന സമയമാണ്. എല്ലായിടത്തും ഇങ്ങനെ കിളികളുടെ സൗണ്ടും ഇങ്ങനെ പൂച്ചകൾക്ക് കിളികൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആസ്പിൻ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഭംഗിയിരിക്കുക. അങ്ങനെ ഭംഗി ഉണ്ടായിരുന്നു ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ കുമ്പളങ്ങ കട്ട് ചെയ്ത് നോട്ടെ. പക്ഷേ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഉണ്ടായി ഇതിൽ വെച്ചിട്ട് ഏറ്റവും വലുതുണ്ടായത്. പക്ഷേ മറ്റേത് എനിക്ക് ഭയങ്കര ഈസിയായിരുന്നു. അയ്യോ, ഞാനിത് വെച്ചിട്ട് നിങ്ങളെ കറിയും കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. മൂത്തൻ ഇത് എന്തോരം മൂത്തേക്കണത് ആവട്ടെ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കറി വയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല. ശരി, ഞാൻ വലിയ കറിയിട്ട് നിങ്ങളെന്നെ ഒരു കറി കാണിക്കാമെന്ന് വെച്ച് കൊണ്ടുവന്നല്ലോ. എന്തായാലും കട്ട് ചെയ്യാൻ തന്നെ പറ്റണില്ല, അത്രയ്ക്ക് പാട്. അപ്പോൾ ചിലപ്പോൾ നന്നായിട്ട് ഇരുന്നിരുന്നത് മൂത്തിട്ടുണ്ടാവും. ഇത് ഏറ്റവും ആദ്യം എനിക്കുണ്ടായ കുമ്പളങ്ങയായിരുന്നേ. അപ്പോൾ ഇത് ഞാൻ പറിക്കാണ്ട് ഇട്ടിരുന്നു വിത്തിന് വേണ്ടി. എൻ്റെ
കറി വെപ്പ് നടക്കും തോന്നണില്ല. എന്തായാലും നമുക്ക് വിത്തിന് കിട്ടും. കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ വൻപയറുണ്ടല്ലോ, വൻപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വന്നേക്കുന്നത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്, വേവിക്കാൻ വെച്ചിട്ടില്ല. എന്തായിരുന്നാലും കറിക്ക് കിട്ടുന്നതാണെങ്കിലും നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഉള്ളിൽ മൂത്തിട്ടുണ്ടാവില്ലേ. എന്തായിരുന്നാലും കുരു വേണ്ടതുണ്ട് നമുക്ക് പാവാൻ വേണ്ടിയിട്ട്. ഇതുണ്ടല്ലോ ഈ കുമ്പളങ്ങയുടെ വിത്ത് പാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കടയിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുമ്പളങ്ങ കിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ മുറിച്ച് കടകളിലേക്ക് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ വിത്ത് എടുത്താൽ മതി. അതേപോലെ തന്നെ മത്തങ്ങ ആയിരുന്നാലും എന്ത് സാധനത്തിൻ്റെ ആയിരുന്നാലും ഈ പ്രാവശ്യം ഞാൻ കുറേ വെറൈറ്റി ടൈപ്പ് മെലനൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. എനിക്കിവിടെ ഒരു കൊറിയൻ ഷോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കാണാത്ത ടൈപ്പുള്ള കുറേ മെലനൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നോരോന്ന് വാങ്ങിച്ചു കൊണ്ടുവരും. എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും അത് ഇതിനു മുമ്പ് ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ആ മെലനയ്ക്ക്. ചെറിയ ചെറിയ ടൈപ്പുള്ള മെലനയ്ക്കാണ്. വാട്ടർ മെലനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലുതാണല്ലോ. അത് സാധാരണ 1-2 പ്രാവശ്യം ഇവിടെ നട്ടിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ നട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാൻ എന്തെങ്കിലും ഒന്ന് കാര്യമാണ് പിന്നെ നമുക്ക് എടുക്കാനും പറ്റത്തില്ല. പിന്നെ അത് ഭയങ്കര വലിയ സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ ചെറിയ ചെറിയ മെലന. അപ്പോൾ നിങ്ങൾ കടകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മെലന എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കുരു എടുത്തിട്ട് പാവിയാൽ മതി, നന്നായിട്ടുണ്ടാവും. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം നമ്മൾ ക്യാൻഡിലൂപ്പ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു ഗ്രീൻ ഹൗസിൽ. നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഞാൻ അതുകൊണ്ട് തന്നെ ക്യാൻഡിലൂപ്പിൻ്റെ വിത്ത് ഞാൻ ഓൾറെഡി പാവി അത് മുളച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഹണി ഡ്യൂ പാവണം. ബാക്കി ഞാൻ കൊറിയൻ ഷോപ്പിൻ്റെ കുറേ സീഡ്സ് എടുത്തെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ തക്കാളിയുടെയൊക്കെ ആയിരുന്നാലും വെറൈറ്റി ടൈപ്പ് തക്കാളിയൊക്കെ ഇട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീഡ്സ് ഞാൻ കോസ്റ്ററിക്കയിൽ പോയി കഴിഞ്ഞപ്പോൾ കറുത്ത കളർ തക്കാളി നിങ്ങൾ കാണിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അതിൻ്റെ വിത്ത് കൊണ്ടിട്ട് പാവിട്ട് മുളച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ മുളപ്പിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ പയറുണ്ടല്ലോ, അച്ചിങ്ങ പയർ, അത് ഇതിനു മുമ്പൊക്കെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ എപ്പോഴും പറയാറുണ്ട്. നമുക്ക് കടയിൽ നിന്ന് നമ്മുടെ വൻപയർ കിട്ടില്ലേ, വൻപയർ തന്നെ പാവിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് മണി എടുക്കണ പോലത്തെ അച്ചിങ്ങ പയറുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതേപോലത്തെ പയർ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഈ കടയിൽ നിന്ന് വാങ്ങണ, ഹിന്ദിയിൽ അതിനെ ചോരി എന്നാണ് പറയുന്നത്. CHORI ചോരി. ആ പയർ വാങ്ങിച്ചിട്ട് പാവിയാൽ മതി, നന്നായിട്ട് പയറുണ്ടാവും. അതൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ വിത്ത് കിട്ടണില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ നടാണ്ടിരിക്കണ്ട. പിന്നെ പാവയ്ക്കയുടെ വിത്തൊക്കെ മൂത്തിട്ട് വേണം നടാൻ വേണ്ടിയിട്ട് പടവലൊക്കെ. അതിൻ്റെ വിത്ത് നമുക്ക് കിട്ടില്ല. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഇത്ര അധികം മൂത്തട്ടൊന്നുമില്ല. അത് ഫുള്ളാദ്യം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പാടായിരുന്നേ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് അങ്ങനെ കത്തി കൊണ്ട് ചെത്തുമ്പോൾ പോകുന്നുണ്ട്. അത് ഫുള്ളായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പാടായിരുന്നു. ഇപ്പോൾ നോക്കിയൊക്കെ നല്ല ഈസി ആയിട്ട് വരുന്നത്. വീഡിയോകളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് ചിമ്പൂട്ടം വന്നു. ചിമ്പു വന്നിട്ടൊന്നുമില്ല. ചിമ്പ് എന്തെങ്കിലുമൊക്കെ വരുമെന്ന് ഞാൻ വിചാരിക്കണം. എപ്പോഴും നമ്മളിങ്ങനെ പുറത്തിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ എപ്പോഴും അവൻ്റെ വിചാരമാണ്. കാരണം എവിടെ ഉണ്ടെങ്കിലും ഉറക്കത്തിൽ നിന്ന് കണ്ണ് തിരുമ്പി വന്നത് നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ നമ്മുടെ കൂടെ വന്ന് ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിമ്പുവിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഈ കുമ്പളങ്ങ വെച്ചിട്ട് ഇത് നമ്മൾ ഓലം വെക്കണ പോലെ തന്നെയാണ് ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഏത്തക്കായും കൂടിയിട്ട്, ഏത്തക്കായും കുമ്പളങ്ങയും പിന്നെ നമ്മുടെ വൻപയറും കൂടിയിട്ട് വേവിച്ചിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഓലം വെക്കണ പോലെ വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് താനും. ഓലനിലേക്ക് ആകുമ്പോൾ നമ്മളങ്ങനെ മസാലപ്പൊടികളോ ഓയിലോ അങ്ങനെയൊന്നും ചേർക്കണമെന്നില്ല. നമ്മളെപ്പോഴും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിൽ ഒഴിക്കും, കുറേ മസാലകളൊക്കെ ചേർത്തിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതേപോലെ കുമ്പളങ്ങയൊക്കെ ആയിരുന്നാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലേക്ക് ആയിരുന്നാലും നന്നായിട്ട് കിട്ടുന്ന സാധനമാണ്. കുമ്പളങ്ങയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല തണുപ്പുണ്ട്. നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടൊക്കെ ഉണ്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഞാൻ കാണിച്ചു തരാൻ എങ്ങനെയാണുള്ളത്. വലിയ പാടൊന്നുമില്ല, ഭയങ്കര ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് ഇടുക. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറെ വിചാരിച്ചു ഓക്കെ നിങ്ങളെയും കൂടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓലം വയ്ക്കണ പോലെ തന്നെ അതിലേക്ക് ഞാൻ ഏത്തക്കായും കൂട്ടിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു മാത്രം. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഞാൻ അപ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നല്ല ഫ്രഷ് തേങ്ങ എടുത്തിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട്, നാട്ടിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയ്ക്ക് നന്നായിട്ട് കിട്ടുമല്ലോ, നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എന്നിട്ട് ഞാൻ കഴിക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് ചോറിൽ ഈ കറി ചോറിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പുരട്ടി മിക്സ് ചെയ്ത് കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ എന്തൊരു ടേസ്റ്റായിരുന്നു പറയാം. ഞാൻ ഫ്രോസൺ തേങ്ങയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കിട്ടും.
ആദ്യം ഞാൻ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വാങ്ങുമ്പോൾ കുറച്ച് നാൾ എപ്പോഴും പൊട്ട തേങ്ങ കിട്ടാറ്. ഇപ്പോൾ കടകളിൽ നല്ല തേങ്ങ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോൾ കടയിൽ പോയാലും ഒരു തേങ്ങാപ്പാലും കൂടി വെച്ചിട്ട് എന്ത് രുചിയായിരുന്നു പറയും. അത് സൂപ്പ് പോലെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലുള്ളവർക്ക് നമുക്കൊന്നും സൂപ്പ് പറ്റത്തില്ല, അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ വേണം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് വലിച്ചു കുടിക്കാൻ എന്ത് സാധനത്തിന് നമുക്ക് സൂപ്പ് എന്ന് പറഞ്ഞ് കുടിക്കാം. ഇതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കുമ്പളങ്ങ എടുക്കുന്നത്. അപ്പോൾ ഇത് കുമ്പളങ്ങ വെച്ചിട്ട് പിന്നെ നമുക്ക് കുറേ കറികൾ വയ്ക്കാമല്ലോ. കുമ്പളങ്ങ വെച്ചിട്ട് നമുക്ക് അതേപോലെ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ട്, നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. വിനീഗറും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കറി വെച്ചിട്ട് അതിനകത്ത് മുട്ടയും കൂടിയും പുഴുങ്ങിയിട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കുക. പിന്നെ ഇത് വെച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കുക. പിന്നെ വെറുതെ ഇതിനകത്ത് വേറെ കുറച്ച് വെജിറ്റബിൾ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒലത്തിയിട്ട് ഇടുക. കുമ്പളങ്ങ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കും. പിന്നെ വേറൊരു ഇട്ട് പോയി നമ്മുടെ തൃശ്ശൂർ സൈഡിൽ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പാലക്കാട് സൈഡിലും എപ്പോഴും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണെന്ന് വരാറുണ്ട്. ഞങ്ങളുടെ തൃശ്ശൂർ സൈഡിലും വെക്കും ഈ കുമ്പളങ്ങയും പിന്നെ ഇതും കൂടിയിട്ട് കോഴിയും കൂടിയിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് കറി വയ്ക്കുക. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ട്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മിയാ കിച്ചണിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ തേങ്ങാപ്പാലും മാത്രമല്ല ചേർക്കുന്നത്, 2 തേങ്ങയായിട്ട് ചേർക്കണം. ഒരെണ്ണം തേങ്ങ കുറച്ച് നമ്മൾ നന്നായിട്ട് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറുക്കില്ല, അതേപോലെ വറുത്തിട്ട് അങ്ങനെ അരച്ചിട്ടുള്ള അരപ്പും ചേർക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കണം. നമ്മൾ കോഴി കറി വയ്ക്കുന്ന പോലെ കറി വെച്ചാലുണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ശരിക്കും നമ്മൾ വെച്ച് നോക്കണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ആ കുമ്പളങ്ങിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞങ്ങളുടെ സൈഡിലൊക്കെ അങ്ങനെ ഏത്തക്കായൊക്കെ ഇട്ടിട്ട് വെക്കും. കുമ്പളങ്ങ ഇട്ടിട്ട് നിങ്ങൾ വെച്ച് നോക്കാം. അതേപോലെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് വെക്കും. പക്ഷേ കുമ്പളങ്ങയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കുമ്പളങ്ങ വിചാരിക്കും കുമ്പളങ്ങയ്ക്ക് അങ്ങനെ വലിയ ടേസ്റ്റുള്ള സാധനമൊന്നുമല്ല. പക്ഷേ കുമ്പളങ്ങ ചിക്കനും കുമ്പളങ്ങയും കൂടിയിട്ട് കറി വെച്ചാലുണ്ടോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയ്ക്കാണ് എടുത്തേക്കുന്നത്. ഒരു പകുതി ഞാൻ മാറ്റി വെച്ചിട്ട് ഇനി കുറച്ചും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഈ കറിയൊക്കെ ഉണ്ടല്ലോ ഫ്രഷായിട്ട് കഴിക്കാനാണ് നല്ലത്. കുറേ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത് ഉണ്ടാക്കാനായിരുന്നാലും വലിയ പണിയൊന്നുമില്ല. ബാക്കിയുള്ളത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. എനിക്ക് വേണ്ട വിത്തുണ്ട് പാവാൻ വേണ്ടി. പക്ഷേ ഞാൻ ഈ വർഷം ഞാൻ അങ്ങനെ കുറേ ഒന്നും പാവണമൊന്നുമില്ല. എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പാവണുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ കുമ്പളങ്ങയൊക്കെ എനിക്ക് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്രയ്ക്ക് അധികം ആവശ്യമില്ല. ഞാൻ ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്കിങ്ങനെ ഫ്രഷായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന മെലനുണ്ടല്ലോ, അതിൻ്റെ വിത്തുകൾ ഞാനൊരു 6 തരം മെലനായിട്ട് പാവിയിട്ടുണ്ട്. ഉണ്ടാവുമ്പോൾ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനത്തെ ഞാൻ ഈ പ്രാവശ്യം കൂടുതൽ പാവുന്നത്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ ഞാനിവിടെ പിഴിഞ്ഞ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വൻപയറുണ്ടല്ലോ, വൻപയർ ഞാനിവിടെ ഇത് 1 കപ്പായിട്ട് എടുത്തേക്കുന്നത്. ഇതും ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഒറ്റ വിസിലടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് കുതിരാൻ വെച്ചിരുന്ന വൻപയറായിരുന്നു. കാരണം വെന്തു ഉടഞ്ഞു പോയത്. അത് ചേർത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ കുമ്പളങ്ങ, പിന്നെ ഞാനിവിടെ ഒരു ഏത്തക്കായയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാള, ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കണമെന്നില്ല. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, കാരണം എനിക്ക് കുറച്ച് എരിവിൽ കഴിക്കുന്നത് ഇഷ്ടം. ഒരു തേങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. 2-ാം പാൽ കുറച്ച് വെള്ളം പോലെ എടുത്തിട്ടുണ്ട്. 1-ാം പാൽ സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ ഒഴിക്കുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കുരുമുളകും ചേർക്കുന്നുണ്ട്. ഇത് ഭയങ്കര നൈസായിട്ട് പൊടിച്ചതല്ല, ഒന്ന് ചതച്ച പോലെ എടുത്തേക്കുന്നതാണ്. ശരിക്കും നമ്മൾ ഓലൻ ഉണ്ടാക്കണ പോലെ. പക്ഷേ ഓലൻ ഉണ്ടാക്കുമ്പോൾ നമ്മളതിലേക്ക് ഏത്തക്കായും ചേർക്കില്ല, കുരുമുളകും സാധാരണ ചേർക്കാറില്ല. നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ, പെട്ടെന്ന് വേവും കഷ്ണങ്ങളൊക്കെ. അതായത് നോക്കിക്കേ, ഇത് നമ്മുടെ മധുരം കിഴങ്ങ് കേട്ടോ, പർപ്പിൾ കളറുള്ള മധുരം കിഴങ്ങാണ്. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞാൻ ഇത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാനിത് കാണുന്നത്. ഇപ്പോഴാണ് ഞാനത് ആദ്യമായിട്ട് വാങ്ങിച്ചത്. പക്ഷേ കടയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ കാണിക്കാം. ഇത് പർപ്പിളല്ല കേട്ടോ, നല്ല ഒരു വയലറ്റ് കളറ്, ഭയങ്കര കളറാണ് അത്. അതേപോലെ ഇരിക്കുക കളറ്. ഇത് നമ്മുടെ സാധാരണ മറ്റേ മധുരം കിഴങ്ങിനേക്കാളും കുറച്ചും കൂടി എൻ്റെ കൈമേക്ക് നോക്കിയേ, കുറച്ചും കൂടി സോഫ്റ്റായിട്ടിരിക്കും.
അത് നോക്കിക്കേ ഇതിനകത്ത കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ തുറന്ന് വെച്ചിട്ടേ ഇത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. എൻ്റെ ഈ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1-ാം പാല് ചേർക്കട്ടെ. ഇപ്പം വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചേർക്കാണ്ടും കഴിക്കാം. ഇങ്ങനെ ഒഴിച്ചിട്ട് സൂപ്പ് പോലെ കുടിക്കാം. ആയിട്ടുള്ള നമ്മുടെ നാടൻ സൂപ്പ് റെഡി. ഇത് നമ്മുടെ തക്കാളി തൈ കേട്ടാ. ഇത് നമ്മൾ മറ്റേ കോസ്റ്റിക്കന്ന് കൊണ്ടുവന്ന നമ്മുടെ ബ്ലാക്ക് കളർ തക്കാളി അതിൻ്റെ വിത്ത് പാവിയിട്ട് ഞാൻ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അതുകൊണ്ട് ഈ ബെഡ് ഉണ്ടല്ലോ, ഇത് നമ്മളവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇത് നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിൻ്റെ ഒരു സൈഡാണ്. ഇവിടെ ഞാനത് വെച്ചിട്ട് ഇവിടെ നമ്മുടെ ഈ വണ്ടികളൊക്കെ പോകാനായിട്ട് ഭയങ്കര സമയം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഫുള്ള് നമ്മുടെ ഇത് കേട്ടോ കമ്പോസ്റ്റായി. അടുക്കളയിലെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറിയുടെ വേസ്റ്റുകൾ അതാണ് ഞാൻ നിറച്ചിട്ട് വെച്ചത്. ഇവിടെ ആകുമ്പോൾ പിന്നെ കോഴികൾ ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് കോഴികൾ വരില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രം പ്രശ്നം വരുന്നില്ല. ഇതിപ്പോൾ മുളച്ചിട്ട് അതിപ്പോൾ ഇങ്ങനെയാണ് ഒരു 2 ആഴ്ചയായി 3 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് കുഞ്ഞിച്ചട്ടിയിൽ വെച്ചേക്കണേ അതായത് മുളച്ച് പൊന്തി വരുന്നില്ല. ഇവിടെ കേട്ടോ നമ്മുടെ മറ്റേ ചെറിയ കോസ് നിൽക്കുന്നത് എന്ത് ഭംഗിയാണെന്നറിയാം.